സോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ന് ഞങ്ങളുടെ MSW കോഴ്സിൻ്റെ അവസാനത്തെ സെമസ്റ്റർ എക്സാമാണ്. 4th സെമസ്റ്ററിലെ ലാസ്റ്റ് എക്സാമാണ്. അപ്പോൾ ലൈറ്റ് സി ക്ലാസ്സിലെത്തി കഴിഞ്ഞിട്ട് കാണാം. എല്ലാവരും എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. ഹോസ്റ്റലിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഞങ്ങളൊരു 10 മണിക്കാണ് എക്സാം. ഒരു 9:45 ആകുമ്പോഴേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ. ഗൈസ് പഠിച്ചോ? ഫുൾ കോൺഫിഡൻസ്. ഒന്നും പഠിച്ചിട്ടില്ല, ഹാഫ് കോൺഫിഡൻസ്, പകുതി പഠിച്ചു. ഗൈസ് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അയ്യോ ചന്ദ്രനൊക്കെ തൊട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് പരീക്ഷയാണ് ഗൈസ്. ഗോകുലേ ലാസ്റ്റ് എക്സാം ആയിട്ടെന്താ പറയാനുള്ളത്? സത്യം ഉണ്ടാവുന്ന ഗൈസ് പറയുന്നത്. ഞങ്ങളുടെ എക്സാം അങ്ങനെ കഴിഞ്ഞു. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ക്ലാസ്സിൽ ആരുമില്ല, എല്ലാവരും പുറത്തുണ്ട്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഈ സൗണ്ട് കേൾക്കുന്നത് നമുക്ക് വീഡിയോ കോൾ ചെയ്യുന്നതിന് സൗണ്ട് ആട്ടോ. പ്രസൻറ്റേഷൻ ഉണ്ട്, കുറച്ച് പേര് പ്രസൻറ്റേഷൻ എടുക്കാൻ ബാക്കിയുള്ളവരുണ്ട്. അപ്പോൾ ഇന്ന് ദിവ്യയുടെ ചെറിയ ചിലവുണ്ട് ഞങ്ങൾക്ക്. ദിവ്യക്ക് ജോലി കിട്ടി. വി ആർ ഹാപ്പി ഫോർ ഹർ. അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി വന്നായിരുന്നു ദിവ്യ. ഇനിയിപ്പം ഞങ്ങൾ ചെറിയൊരു പ്രസൻറ്റേഷനൊക്കെ ഇട്ട് പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് തിന്നാൻ പോകും. എന്നിട്ട് ഞങ്ങൾ എനിക്ക് ഫീൽഡിൻ്റെ മെയിൽ അയക്കണം. ഹോസ്റ്റലിന് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് HOD കാണാൻ പോകണം. കുറേ പണിയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ദിവ്യയുടെ ചെലവിന് പോയിട്ട് കാണാം. ഏത് സെമ്മായിരുന്നു അത്? 3ാമത്തെ സെമ്മോ? ഞങ്ങളിപ്പോൾ 3rd സെമ്മ് കഴിഞ്ഞ് 4th സെമ്മ് കഴിഞ്ഞ് 4th സെമ്മിലെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരാള് പറ്റുവാണ് പ്രസന്റേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ എക്സാം എഴുതുന്ന ഹാള്. ഇതാട്ടോ 2010. ഇതാണ് എൻ്റെ നമ്പർ. അതെന്താ അറിയോ, ഒരു മാസം കൂടി ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് സോഷ്യോളജി കേരള യൂണിവേഴ്സിറ്റി 2 ഹോസ്റ്റൽ അന്നോട് ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റെപ്പ്. കുറേ കാലമായിട്ട് വന്നപ്പോൾ തൊട്ട് ക്ലാസ് റെപ്പിന് എന്താ പറയാനുള്ളത് കോഴ്സ് കഴിയുന്നതിനെ പറ്റി? ഞാൻ 10. മെമ്മറീസ് അടിക്കുന്നു. ഫുഡ് വന്നിരിക്കുകയാണ്. ദിവ്യയുടെ ചെലവൊക്കെ കിട്ടി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, മന്തി കഴിച്ചു. ഇനി ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി മുടി വെട്ടാനുള്ള പ്ലാനിലാണ്. കണ്ടോ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ഇതാണ് എന്റെ ഗംഗ. പിന്നെ അറിയാലോ ഫോട്ടോ എടുക്കാണ്. സൽമയൊക്കെ ഫീൽഡിന് വേണ്ടിയിട്ട് പോവുക ശരിക്കും. അപ്പൊ പിന്നെ
1 മാസം കഴിഞ്ഞ് വരുള്ളൂ, അതുകൊണ്ടാണ്. സിപ്പപ്പ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞു. ടിക്കറ്റ് ചെലവ് കഴിഞ്ഞു. ബഗ്ഗിയിൽ കയറി ഒരു റൗണ്ട് അടിച്ചു. ഞങ്ങള് ഹോസ്റ്റലിലേക്ക് പോവാണ്. ഹോസ്റ്റലിൽ പോയിട്ട് ഞങ്ങള് മുടി മുറിക്കാനാണ് പരിപാടി. 12 പേരും കൂടി മുടി മുറിക്കാനുണ്ടെന്നാ പറയുന്നത്. ഇവളുണ്ട്, അവളുണ്ട്, നീയും ഉണ്ടോ? എല്ലാരും മുടി മുറിക്കാൻ പോവാണ്. എന്റെ തുടക്കം അണ്ണിയാണ് അല്ലേ? എന്റെ മുടി വീട്ടില് അത് ഐസ്ക്രീം തിന്നിട്ട് നാവ് കുഴയുന്നതാണ് കാര്യം. എന്റെ മുടി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. വീട്ടിൽ പോയി കയറ്റാൻ അറിയില്ല, പക്ഷെ കുഴപ്പമില്ല. അതെ, ജോലിയുള്ള ആൾക്കാരല്ലേ നമുക്ക്. അപ്പൊ നമുക്ക് ഹോസ്റ്റലിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മള് തിരിച്ച് LH-ലെത്തി. LH-ലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മുടി മുറിച്ച് ഒരു സൈക്കോ സ്വഭാവമാണ് ഈ കൊച്ചിൻ്റെത്. ഏഞ്ചല്, അനഘ, ഇതൊക്കെ ഇതാരടാ? ഗാഥയോ, അതിഥി,